വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്, അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം. കേൾക്കുമ്പോ സന്തോഷമുള്ളവരെന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിക്കുക മാത്രമല്ല, നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി നമ്മെ പുരോഹിതന്മാരാക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാം വാളെടുക്കുന്നവരെല്ലാം അങ്ങനെ വെളിച്ചപ്പാടല്ലേ, വാളെടുക്കുന്നവരെല്ലാം പ്രസംഗിക്കുന്നവരാ, വചനം വായിച്ച് പ്രസംഗിക്കുന്നവരാന്നൊക്കെ ഒരു കംപ്ലൈന്റ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം എന്താ? നമ്മളെല്ലാം പുരോഹിതന്മാരാ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ച് ആക്കിയിരിക്കുകയാണ്. നമുക്കൊരു മഹാപുരോഹിതനേ ഉള്ളൂ, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. നാമെല്ലാം പുരോഹിത വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. നാം അവന്റെ രാജ്യമാണ്. ഹല്ലേലൂയ. അഭിഷേകത്തെ കുറിച്ച് ചില ചിന്തകളാണ് രാത്രി ഞാൻ ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇൻട്രോഡക്ഷൻ പറഞ്ഞു പോയി പ്രാർത്ഥിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പരിശോധിച്ചാൽ അഭിഷേകത്തെ കുറിച്ചുള്ള ഹല്ലേലൂയ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായി കാണുവാൻ കഴിയും. 3 വിധത്തിലുള്ള അഭിഷേകമാണ് ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ത്രിവിധ അഭിഷേകം എന്നതിനെ കുറിച്ച് പറയുവാൻ കഴിയും. 3 അഭിഷേകങ്ങളെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഹല്ലേലൂയ കുഷ്ഠരോഗിയുടെ അഭിഷേകമാണ്. ലേവ്യ പുസ്തകത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയും, എണ്ണ കൊണ്ടുള്ള കുഷ്ഠരോഗിയുടെ അഭിഷേകം. 2 രാജാവിന്റെ അഭിഷേകമാണ്. രാജാക്കന്മാരെ പ്രവാചകന്മാർ തൈലക്കൊമ്പിൽ എണ്ണ ഒഴിച്ച് അവരെ അഭിഷേകം ചെയ്യുന്ന രാജകീയ അഭിഷേകത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. പുരോഹിതന്മാരുടെ അഭിഷേകത്തെ കുറിച്ച് ദൈവത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 3 ത്രിവിധ അഭിഷേകങ്ങളെ കുറിച്ചാണ് നമുക്ക് ദൈവത്തിൽ പഠിക്കുവാൻ കഴിയുന്നത്. ഈ ത്രിവിധ അഭിഷേകങ്ങൾ ഒരുമിച്ച് പുതിയ നിയമസഭയിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. കുഷ്ഠരോഗിയുടെ അഭിഷേകം പാപസംബന്ധമായി നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് പാപത്തിൽ നിന്ന് എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് പ്രാപിക്കുന്നതിനോട് താരതമ്യപ്പെടുത്തിയാണ് കുഷ്ഠരോഗിയുടെ അഭിഷേകത്തെ കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ നിഴലായി പരാമർശിച്ചിരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. രാജകീയ അഭിഷേകം നമുക്കറിയാം. രാജകീയ അഭിഷേകം അധികാരത്തെ കാണിക്കുന്നതാണ്. ദൈവമക്കൾ സാത്താൻ അവരെ തോണ്ടി ഉപദ്രവിക്കുമ്പോൾ മൗനമായി അത് ഏറ്റുകൊള്ളുന്നവരല്ല. നിങ്ങൾ ശത്രുവിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സർവായുധ വർഗം നിങ്ങൾ ധരിപ്പി. കൽപ്പിക്കാനുള്ള അധികാരം, ശത്രുവിനെ പുറത്താക്കാനുള്ള അധികാരം, എതിർത്ത് നിൽക്കാനുള്ള അധികാരം, അവനെ കീഴടക്കുവാനുള്ള അധികാരം ഒക്കെ പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. രാജകീയമായ ഒരു അധികാരം ഈ അഭിഷേകത്തിലുണ്ട്. പുരോഹിതന്മാരുടെ അഭിഷേകം അല്ലെ. പുരോഹിതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ക്രിസ്തുരോഗിയുടെ അഭിഷേകം പാപത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ട് ഒരു ക്രിസ്തുവിലാകുന്നതിനെ കാണിക്കുമ്പോൾ, പുരോഹിതന്റെ അഭിഷേകം വിശുദ്ധ ജീവിതത്തെ കാണിക്കുന്നതാണ്. രാജാവിന്റെ അഭിഷേകം അധികാരത്തെ കാണിക്കുന്നതാണ്. പുതിയ നിയമസഭയിൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ഈ ത്രിവിധ അഭിഷേകങ്ങൾ ഒരുപോലെ നിയമസഭയിൽ വ്യാപരിക്കുന്നുണ്ട്. അത് നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സംഘടനാ മികവ് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും നടക്കുകയില്ല. അതെല്ലാം വ്യർത്ഥമായി തീരും. മാനുഷിക കഴിവുകൾക്കൊന്നും വിടുതലിനെ പകരുവാൻ കഴിയത്തില്ല. ഒരു സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഇപ്പോൾ നാം കേട്ടതുപോലെ ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ്. അതുകൊണ്ടാണ് ലൂക്കോസ് വിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
സ്ഥലം വായിക്കുന്ന ഭാഗം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ബൈബിൾ പോലെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവച്ചെന്നല്ല ഹല്ലേലൂയ നാം ചിന്തിക്കേണ്ടത്. പഴയ നിയമത്തിലുള്ള ഹല്ലേലൂയ ഈ ലേഖനങ്ങളൊക്കെ ഓരോ ചുരുളുകളാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ വലിയൊരു ചുരുള. ഹല്ലേലൂയ അതിങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന വലിയ ചുരുള, നല്ല വെയിറ്റ് ഉള്ള ഒരു ചുരുളെടുത്ത് ആ പ്രവാചക പുസ്തകം എടുത്ത് യേശു കർത്താവ് വായിക്കുന്ന ഭാഗങ്ങളാണ് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ എഴുതപ്പെട്ടിരിക്കുന്ന ചുരുൾ നിവർത്തി കർത്താവ് വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല ടൈമിൽ ഒരുപക്ഷെ ആ ദേവാലയത്തിൽ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചെങ്കിലും യേശു കർത്താവ് ചുരുൾ നിവർത്തി വായിക്കുമ്പോൾ അതുപോലെ അത് അവസാന ഭാഗത്തായി കർത്താവ് പരാമർശിക്കുന്ന ഒരു പദമുണ്ട്. ഈ വചനത്തിന് നിവർത്തി വന്നു. ഈ വചനം ഇവിടെ ഇന്ന് അത് പ്രവർത്തി പദത്തിൽ ആവുകയാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ പരിചിതമായ വാക്യങ്ങളാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കണ്ടോ. അപ്പോൾ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകതയും ദൈവത്തോടുള്ള സമത്വത്തിൽ ജീവിച്ചവൻ, വചനമായിരുന്നവൻ ജഡമായി ഹല്ലേലൂയ മറിയയിൽ വെളിപ്പെട്ടിറങ്ങിയവന് ഹല്ലേലൂയ ബദ്ധന്മാരെ വിടുവിക്കണമെങ്കിൽ എന്താവശ്യമായിരുന്നു? ഒരഭിഷേകം ആവശ്യമായിരുന്നു. പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ 3-ാമന് യേശുവിന് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നതിന് കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മസാന്നിധ്യം വഹിക്കുന്നവരിലൂടെ, പരിശുദ്ധാത്മാഭിഷേകം വഹിക്കുന്നവരിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തന്നെ പറയാണ്, എന്റെ മേൽ ആ അഭിഷേകമുണ്ട്, എന്റെ മേൽ ആ ആത്മാവുണ്ട്. അതുകൊണ്ട് എന്റെ മേൽ ആ അഭിഷേകം ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? താഴത്തെ വാക്യം, ബദ്ധന്മാർക്ക് വിടുതൽ ഞാൻ നൽകും, കുരുടന്മാർക്ക് കാഴ്ച ഞാൻ നൽകും, പ്രസംഗിക്കുവാൻ എനിക്ക് കഴിയും, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ എനിക്ക് കഴിയും. കർത്താവിന്റെ പ്രസാദ വർഷം എഴുതിയിരിക്കുന്നതിന്റെ മീനിങ് അക്സെപ്റ്റബിൾ ഇയർ എന്നാണ്. ഹല്ലേലൂയ. ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ചില പ്രത്യേകമായ അത്ഭുതങ്ങളുടെ വർഷങ്ങൾ. ഹല്ലേലൂയ. അത് പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ബദ്ധന്മാരെ വിടുവിക്കണമെങ്കിൽ, കുരുടന്മാർക്ക് കാഴ്ച നൽകണമെങ്കിൽ, പീഡിതരെ വിടുവിച്ചയക്കണമെങ്കിൽ, പ്രസാദ വർഷം പ്രസംഗിക്കണമെങ്കിൽ യേശുവിന് അഭിഷേകം ആവശ്യമായിരുന്നതുപോലെ, യേശുവിന് ഒരു ആത്മനിറവ് ആവശ്യമായിരുന്നതുപോലെ ദൈവസഭയ്ക്കും അത് ആവശ്യമാണ്. എത്ര പേർ വിശ്വസിച്ച് കരമടിച്ച് ആ ദൂതം ഏറ്റെടുക്കും? കർത്താവേ, എന്റെ കഴിവ് കൊണ്ടും എന്റെ വെടുക്ക് കൊണ്ടും എന്റെ പഠിത്തം കൊണ്ടും എന്റെ സാമർത്ഥ്യം കൊണ്ടുമല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഇന്ന് രാത്രി എന്റെ മേൽ ഇറങ്ങണമേ. കുരുടരെ കാഴ്ച നൽകുവാൻ, പീഡിതരെ വിടുവിച്ചയക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ബന്ധനങ്ങളിൽ നിന്ന് കെട്ടുകളിൽ നിന്ന് ചിലതിനെ അഴിപ്പാൻ, അഭിഷേകത്തിന്റെ ആത്മാവ്
വിശ്വാസിയാണ്. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. ഹല്ലേലൂയ. യേശു പറഞ്ഞതെന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടമല്ല യഹൂദയെ നീ കാണാൻ പോകുന്നത്, ഗലീലയെ നീ കാണാൻ പോകുന്നത്. ഇനിയുമുള്ള 3.5 വർഷം അക്സെപ്റ്റബിൾ ഇയറാണ്, പ്രസാദ വർഷമാണ്, മുഖമൊടിയുന്ന വർഷമാണ്, കുരുടന് കാഴ്ച കിട്ടുന്ന വർഷമാണ്, മരിച്ചവർ എഴുന്നേൽക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. പ്രസാദ വർഷം. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ഇതിനകത്ത് ദൈവസഭയുടെ പ്രസാദ വർഷം ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നലത്തിലെ നാളുകളിൽ വ്യത്യസ്തമായി ദൈവജനത്തെ അനുഗ്രഹിപ്പോൾ, ദൈവജനത്തെ മാനിപ്പോൾ. അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന്, അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീ പോകും. മുഖം എന്ന് പറയുമ്പോഴേ ഞാൻ എലീശയുടെ അടുത്തേക്ക് പോകും എപ്പോഴും. ഹല്ലേലൂയ. അവനൊരു മുഖത്തിന്റെ കീഴിലായിരുന്നു. എന്നാൽ ഏലിയാവിന്റെ കരത്തിൽ നിന്നുള്ള പുതപ്പ് അവന്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അഭിഷേകത്തിന്റെ പുതപ്പ് സ്പർശിച്ചു. ഒരു സ്പാർക്ക് അവന്റെ ദേഹത്തേക്ക് വീണപ്പോൾ അവനെ ഉഴുതിരുന്നു കൊണ്ടിരുന്ന ആ കാളയെ ഖണ്ഡമായി നുറുക്കി ദൈവത്തിന് യാഗം കഴിപ്പാൻ അവന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി മുഖങ്ങൾ ഉണർന്നു തലയട്ടെ. അനാവശ്യമായ തോളിൽ വച്ചിരിക്കുന്ന ചുവടുകൾ, പൈശാചിക ചുവടുകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Yes, yes. നിന്റെ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ മുഖത്തെ തകർക്കാൻ പറ്റത്തില്ല. Praise the Lord. അഭിഷേകമുള്ളവൻ ഹല്ലേലൂയ ചുവട് വെക്കുമ്പോഴേ 6000 ഭൂതങ്ങൾ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വരുത്തുള്ളൂ. അഭിഷേകമുള്ള ഒരുവന്റെ ചുവടിന്റെ മുമ്പിൽ, അഭിഷേകമുള്ള ഒരുവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഭൂതശക്തികൾ കീഴടങ്ങുമെങ്കിൽ ഇന്ന് രാത്രി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല പൈശാചിക ശക്തികളും ഇന്ന് രാത്രി ഈ അഭിഷേകത്തിന്റെ മുമ്പിൽ, അഭിഷേകത്തിന്റെ കീഴിൽ മോഷ്ടിച്ചതിനവൻ വിജയിച്ചാൽ അവൻ അറക്കും, അറത്തതിനവൻ വിജയിച്ചാൽ അവൻ മുടിക്കും. അതിനാണ് കള്ളം വരുന്നത്. എന്നാലും ആ പരമോണ്ട് തീരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ. ചെറിയ ജീവനല്ല, സമൃദ്ധിയായിട്ടുണ്ടാകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരുവൻ ഇന്ന് രാത്രി അറുപ്പാൻ, മുടിപ്പാൻ, മോഷ്ടിപ്പാൻ എന്റെ പുറകെ ഉണ്ടെങ്കിൽ അവനെ മാറ്റി നിനക്ക് സമൃദ്ധമായ ജീവൻ നൽകാൻ മറ്റൊരു വഴിതിനകത്ത് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. മൂന്നഭിഷേകങ്ങൾ. ഹല്ലേലൂയ. ഒന്ന് കുഷ്ഠരോഗിയുടെ അഭിഷേകം, 2 രാജാവിന്റെ അഭിഷേകം, പുരോഹിതന്റെ അഭിഷേകം. കുഷ്ഠരോഗിയുടെ അഭിഷേകത്തെ കുറിച്ച് ഒന്ന് തൊട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കുഷ്ഠരോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഷ്ഠരോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വന്നവർക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ ഈ രോഗം അവരെ പതിയെ കാരണം നിന്നുകൊണ്ടിരിക്കും. യഹൂദ മലനാട്ടിൽ ആ സമയത്ത് വളരെയധികം ജനം ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് കുഷ്ഠരോഗം കൊണ്ട്. മൂക്കൊക്കെ കുറെ സമയം കഴിയുമ്പോൾ അടർന്നു വീഴും. കൈവിരലുകളൊക്കെ അടർന്ന് വീഴുവാനിടയാണ്. കാലിന്റെ വിരലുകൾ അടർന്ന് വീഴുവാനിടയാണ്. അളിഞ്ഞ് അടർന്ന് പോകുന്ന ഒരു രോഗം. പതിയെ കാന്ത തിന്ന് ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന, മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗിക്കുള്ള കുഷ്ഠമെന്ന രോഗം. പാപവും അതുപോലെയാണ്. അത് നാം അനുവദിച്ചാൽ അത് നമ്മെ പതിയെ ആക്രമിച്ചു കൊണ്ടിരിക്കും. പെട്ടെന്ന് ആക്രമിക്കുകയില്ല.
ഹല്ലേലൂയ, പതിയെ പതിയെ കാർന്നു തിന്നുവാൻ തുടങ്ങും, മോഷ്ടിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ആത്മീയ നന്മകളെ മോഷ്ടിക്കാൻ തുടങ്ങും. പ്രാർത്ഥനാ സമയത്തെ മോഷ്ടിക്കും, വചന ധ്യാനത്തെ മോഷ്ടിക്കും, രഹസ്യ പ്രാർത്ഥനയെ മോഷ്ടിക്കും, ആരാധനയെ മോഷ്ടിക്കും. കാർന്ന് തിന്ന് മോഷ്ടിച്ചതിന് ശേഷം അറക്കും, അറുത്തതിന് ശേഷം മുടിക്കും. അതാണ് കുഷ്ഠരോഗത്തിന് സംഭവിക്കുന്നത്. അതുപോലെയാണ് പാപവും ഉണ്ടാകുന്നത്. പാപവും സാവധാനം നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ അനുഭവങ്ങളെ കവർന്നു തിന്നുകയും നമ്മെ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെയാണ് കുഷ്ഠരോഗിക്ക് കൊടുക്കുന്ന ഒരു എണ്ണയുടെ അഭിഷേകത്തെ കുറിച്ച് ലേഖ്യപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ലേഖ്യപുസ്തകത്തിൽ ഹല്ലേലൂയ, മഹാപുരോഹിതൻ ഈ കുഷ്ഠരോഗിക്ക് ആ കുഷ്ഠരോഗം മാറാനല്ല ശുശ്രൂഷിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കുഷ്ഠരോഗം മാറിയ ഒരുവൻ മഹാപുരോഹിതന്റെ അടുത്ത്, അതായത് ഈ കുഷ്ഠരോഗം ബാധിച്ചവന് ഒരിക്കലും ജനമധ്യേ വരുവാൻ കഴിയത്തില്ല. ഒരു ദൂരെ വിളിച്ച് അശുദ്ധൻ 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 എന്ന് പറഞ്ഞ് മാറി നിൽക്കണം. അത് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവൻ പോകണം. ആരും അവനെ അടുപ്പിക്കത്തില്ല. പട്ടണത്തിന് പുറത്തായിരിക്കും, പാളയത്തിന് പുറത്തായിരിക്കും അവൻ. ഹല്ലേലൂയ. നിബിഡമായ സ്ഥലങ്ങളിൽ അവന് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ പരാമർശിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്തിനാണ് കുഷ്ഠരോഗിയുടെ അഭിഷേകത്തെ കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ കുഷ്ഠരോഗിയെ മഹാപുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് എണ്ണയുടെ അഭിഷേകം പകർന്ന് അവനെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയല്ല. കാരണം മഹാപുരോഹിതന്മാർ പോലും കുഷ്ഠരോഗികളെ ഭയമായിരുന്നു, അശുദ്ധനായി അവരെ എണ്ണിയിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്? ലേവ്യ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. കുഷ്ഠരോഗം മാറിയ ഒരുവിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണത്. കുഷ്ഠരോഗമൊക്കെ മാറിയെന്ന് ഉറപ്പായി വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിച്ച് അവനെല്ലാം ദീനമെല്ലാം മാറി ഉറപ്പ് വരുത്തിയതിനു ശേഷം പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവൻ എണ്ണ കൊണ്ടുള്ള അഭിഷേകം കൊടുത്ത് അവന് വേണ്ടി യാഗങ്ങളൊക്കെ അർപ്പിച്ച് ഇനി നീ വീണ്ടും ഇസ്രായേൽ കുടുംബത്തിന്റെ അംഗമായി മാറിയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു അത്. അപ്പോൾ മഹാപുരോഹിതന്റെ കുഷ്ഠരോഗിയുടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷ അവന്റെ രോഗത്തെ മാറ്റാനുള്ള ശുശ്രൂഷയല്ലായിരുന്നു, രോഗശേഷമുള്ള ചില ശുശ്രൂഷകളായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ നോക്കിയിട്ട് കുഷ്ഠരോഗം നീ മാറിയിട്ട് വന്ന ചില ശുശ്രൂഷകൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അവനെ ആ സ്പോട്ടിൽ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ലേവ്യ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ് കുഷ്ഠരോഗിയുടെ അഭിഷേകത്തെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം ഇന്ന് കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ നിങ്ങൾ വായിക്കുക. വായിക്കുമോ? സമയമുള്ളപ്പോൾ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണാൻ കഴിയും 2 പക്ഷികളെ കൊണ്ടിരുന്നുണ്ട്. ഒരു പക്ഷി അതിനെ യാഗമാക്കിയതിനു ശേഷം അതിന്റെ രക്തം എടുക്കുന്നത് ഈ കുഷ്ഠരോഗിയുടെ പുരട്ടുന്നത് കാണാൻ കഴിയും. മറ്റൊരു പക്ഷിയെ പറത്തിക്കളയുന്നത്, വിട്ടുകളയുന്നത് കാണാൻ കഴിയും. 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെ വായിക്കുമ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ നടക്കും. അത് മാത്രം ഒന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമ്മുടെ സമയം അങ്ങനെ പോകും. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു പ്രാവ് രക്തം ചൊരിയുന്നു. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. ഹല്ലേലൂയ. പാപം കുഷ്ഠത്തോട് സാമീപ്യമായി നിൽക്കുകയാണ്. നമ്മെ കാർന്ന് തിന്നുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് രക്തം ചൊരിയണമായിരുന്നു. ഹല്ലേലൂയ. കുഷ്ഠരോഗിക്ക് വേണ്ടി ഒരു പ്രാവ് തന്റെ രക്തത്തെ ചൊരിഞ്ഞതുപോലെ, മറുവിലയായി കൊടുത്തതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് ഒരുവർ കാൽവറിയുടെ മലമുകളിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത്. രക്തം ചൊരിയുന്നത് ആ ഭാഗത്ത് കാണാൻ കഴിയും. രണ്ടാമത് കാണാൻ കഴിയുന്നത് ഈ ശുദ്ധീകരണത്തെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. ഒഴുകുന്ന ജലത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അത് നിശ്ചയമായും സ്നാനത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട പാപിയായിരുന്ന മനുഷ്യൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അംഗീകരിച്ച ഒരുവന് വേണ്ടിയിട്ടുള്ളതാണ് സ്നാനം. ജലത്താൽ കഴുകപ്പെടുക. ഹല്ലേലൂയ. യാഗവസ്തു ജലത്താൽ കഴുകപ്പെടുന്നു. ഹല്ലേലൂയ. ജലത്താൽ കഴുകപ്പെടുക. ഹല്ലേലൂയ. അത് സ്നാനത്തെ കാണിക്കുന്നു. മൂന്നാമതാണ് കുഷ്ഠരോഗിക്ക് എണ്ണ കൊണ്ടൊരു അഭിഷേകത്തെ നൽകുന്നത്. രക്തവും എണ്ണയും അവന്റെ കാലിലും കയ്യിലും കാലിലും ഒക്കെ പുരോഹിതൻ പുരട്ടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് കാലിൽ പുരട്ടുന്നത്?
ഇനി ഇവൻ കേൾക്കുന്നതെല്ലാം വിശുദ്ധമായിരിക്കണം. കാലിൽ എന്തിനാ പറഞ്ഞിട്ടുള്ളത്? ഇനി ഇവന്റെ നടപ്പ് വിശുദ്ധമായിരിക്കണം, ഇവൻ പോകുന്ന സ്ഥലങ്ങൾ വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായതിനെ ഇവൻ നടക്കാവൂ, വിശുദ്ധമായതേ ഇവൻ കേൾക്കാവൂ, വിശുദ്ധമായതേ ഇവൻ കാണാവൂ. അവന്റെ കണ്ണിൽ, അവന്റെ കാലിൽ, അവന്റെ കയ്യിൽ, അവന്റെ കാലിലെല്ലാം ഈ രക്തവും എണ്ണയും പുരട്ടി അവനെ ശുദ്ധീകരിക്കും. ഇതുവരെ ശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് കാണിക്കുന്നതാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയണം. താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങൾ കുഷ്ഠരോഗിയുടെ അഭിഷേകത്തിന് സംഭവിക്കുന്നു, എണ്ണ കൊണ്ടുള്ള അഭിഷേകത്തിന് സംഭവിക്കുന്നു. ഒന്ന്, രക്തം ചൊരിയുന്നു. ഹല്ലേലൂയ. ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു യാഗമായിട്ടുള്ളത് കൊണ്ട് നാം രക്ഷയിലേക്ക് വന്നു. രക്ഷയിലേക്ക് വന്നവൻ വെള്ളം കൊണ്ട് കഴുകപ്പെടുന്നു, അവൻ ജലത്തിൽ ജലസ്നാനമേൽക്കുന്നു. മൂന്നാമതായി, ജലത്തിൽ സ്നാനമേറ്റവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയണം, എണ്ണയുടെ അഭിഷേകം കൊണ്ട് നിറയണം. അവന്റെ കാതിലും, അവന്റെ കണ്ണിലും, അവന്റെ ചുണ്ടിലും, അവന്റെ ശരീരത്തിന്റെ എല്ലാ പാർട്സുകളിലും, അവന്റെ കൈകാലുകളിലും ഈ എണ്ണയുടെ അഭിഷേകം പുരട്ടണമെന്ന്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ രാത്രി പറയുകയാണ്, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ വെളിപ്പെടണം. നിന്റെ കണ്ണിനെ പിശാച് സ്വാധീനിക്കാതെ, നിന്റെ കേൾവിയെ പിശാച് സ്വാധീനിക്കാതെ, നിന്റെ അധരങ്ങളെ സ്വാധീനിക്കാതെ, നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കാതെ, നിന്റെ നടപ്പിനെ സ്വാധീനിക്കാതെ, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ സ്വാധീനിക്കാതെ, പൈശാചിക ശക്തികളുടെ പിടിയിൽ നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എണ്ണയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കണമെന്ന് എത്ര ദൈവത്തെ സ്തുതിക്കുവാനാകും. ഒരു അംഗമായി വീണ്ടും മാറി എന്ന് കാണിക്കാനാണ് ഈ എണ്ണയുടെ അഭിഷേകം. ഹല്ലേലൂയ. പാപത്തിന്റെ ചെളിക്കുഴിയിൽ കിടന്നതിന്റെ, ഈ ലോകത്തിന്റെ അധിപതിയുടെ അണ്ടറിൽ കിടന്നതിന്റെ, ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്നതിന്റെ, ഹല്ലേലൂയ, പൈശാചിക ശക്തികളുടെ അടിയിൽ കിടന്നതിന്റെ, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ കുടുംബത്തിലേക്ക്, പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ കുടുംബത്തിലേക്ക്, ഹല്ലേലൂയ, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് കുഷ്ഠരോഗിയെ ഇസ്രായേലിലേക്ക് ചേർത്തതുപോലെ ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് ഇതിനെ അഭിഷേകം ചെയ്ത് ചേർക്കുകയാണ്. നമുക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുകാരും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. മഹാപുരോഹിതൻ ഈ കുഷ്ഠരോഗിയെ മാറ്റി നിർത്തി എണ്ണ കൊണ്ട് അവന്റെ ശരീരഭാഗങ്ങളെല്ലാം സ്പർശിച്ചിട്ട് പറയുകയാണ്, നീ ഇനിയും ഇസ്രായേൽ കുടുംബത്തിന്റെ ഒരു അംഗമാ. നീ പാപത്തിൽ കിടന്നവനായിരുന്നു, നീ ലോകത്തിൽപ്പെട്ടവനായിരുന്നു, നീ ഇനി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ആരാധിക്കുന്ന ദൈവത്തിനോട് ഇന്ന് രാത്രി ആത്മാവ് നമ്മോടുകൂടെ സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും രാജാക്കന്മാർ
നിനക്കകത്തുണ്ട്. നിനക്ക് ചലിച്ചുകൂടാത്ത ആത്മാവിന്റെ നിറവുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന ചെയ്യുക. ആ മനുഷ്യൻ, ആ വ്യക്തി, ആ ദൈവം പരിശുദ്ധനാണ്. സമയം പോകുന്നല്ലോ. അതുകൊണ്ട് ദൈവം നമ്മോടുകൂടെ സാക്ഷ്യം പറയുക. നമ്മുടെ ആത്മാവോടുകൂടെ ദൈവം നമ്മുടെ ആത്മാവോടുകൂടെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുക. നാം ദൈവമക്കളാണെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുക. എത്ര അനുഗ്രഹമായ കാര്യമാണ്. അവിടെ കൊണ്ട് ആ വാക്യം തീരുന്നില്ല. താഴോട്ട് നോക്കിയേ. നാം മക്കളെങ്കിലോ അവകാശികളാണ്. ആരുടെ അവകാശികളാണ്? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം ക്രിസ്തുയേശുവിനെ എന്തൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതിന്റെ അവകാശം നമുക്കൂടുണ്ടെന്ന്. അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സകല വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും ആയുധവർഗം വെപ്പിച്ചവയെ കീഴടക്കി അവനതിന്റെ മുകളിൽ കഴിയുന്നെങ്കിൽ അവൻ അധികാരം ദൈവസഭയ്ക്ക് കൈമാറുവാൻ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ്. ദൈവത്തിന്റെ അവകാശം. നീ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ്. ക്രിസ്തു മരണത്തെ ജയിച്ചെങ്കിൽ നിനക്ക് മരണത്തെ ജയിക്കാൻ കഴിയും. ക്രിസ്തു പാപത്തെ ജയിച്ചെങ്കിൽ നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയും. ക്രിസ്തു രോഗത്തെ ജയിച്ചെങ്കിൽ നിനക്ക് രോഗത്തെ ജയിക്കാൻ കഴിയും. നീ അവന്റെ കൂട്ടവകാശിയാണ്. അതോട് പറഞ്ഞുകൊണ്ട് ആരാധിക്കാൻ പോവുക. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് അവനോടുകൂടെ കഷ്ടമനുഭവിക്കണം. അപ്പോൾ ഹല്ലേലൂയ, ഈ ലോകത്ത് നീ ആയിരിക്കുമ്പോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ചില കാര്യങ്ങൾക്ക് നീ കഷ്ടം അനുഭവിച്ചേ പറ്റുള്ളൂ അല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പോകുന്നത് പോലെ, എല്ലാവരും നടക്കുന്നത് പോലെ നമ്മൾ നടക്കാൻ പറ്റത്തില്ല. നിനക്ക് നടക്കാൻ പറ്റത്തില്ല. ചില കഷ്ടങ്ങളിൽ കൂടെ നിനക്ക് കടന്നു പോകേണ്ടി വരും അല്ലേ? എന്നാൽ ഈ കഷ്ടം അനുഭവിച്ചാൽ നിനക്കൊരു തേജസ്കരണമുണ്ട്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ അവകാശികളാണ്. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ടെങ്കിൽ ദൈവസഭയ്ക്കും ഒരു തേജസ്കരണമുണ്ട്. നമ്മുടെ ജോലി ചെയ്ത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ നിലയിലാക്കി അവരെ കെട്ടിച്ചു വിട്ട് അവരുടെ കൊച്ചുമക്കളെ കൊണ്ട് തീർന്നുപോകാനുള്ള ലൈഫിൽ തേജസ്കരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായത്. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുക. മരണം വഴിയായി മാറ്റപ്പെട്ടെങ്കിൽ കല്ലറയെ പിളർന്നുകൊണ്ട് ഈ ശരീരം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക. അതെല്ലാം മാനവേഗത്തിൽ ഇപ്പോൾ വെളിപ്പെടുന്നെങ്കിൽ കണ്ടുവെക്കുന്നുള്ള സമയത്തിനകത്ത് അവനോടുകൂടെ രൂപാന്തരപ്പെടും. ഈ ഒറ്റ ലക്ഷ്യമാണുണ്ടാകും. ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടല്ലേ? രാവിലെ എണ്ണീക്കുമ്പോൾ തൊട്ട് ഇത് ആലോചിക്കുന്നവരുണ്ടോ? രാവിലെ എണ്ണീറ്റ് പല്ല് തേക്കുമ്പോൾ തൊട്ട് ഇത് ആലോചിക്കുന്നവരുണ്ടോ? ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇത് ആലോചിക്കുന്നവരുണ്ടോ? എന്റെ ലക്ഷ്യം, എന്റെ ജീവിതത്തിന്റെ അന്ത്യം, എന്റെ ലക്ഷ്യം തേജസ്കരണമാണ്. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുകയാണ്. അവനോടുകൂടെയുള്ള നിത്യരാജ്യമാണ്. ചിന്തിക്കുന്നുണ്ടോ? ചിന്തിച്ച് എക്സസൈസ് ചെയ്ത് വരണം. ചിന്തിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ ചിന്തിക്കണം. ഹല്ലേലൂയ, ഞാൻ ഇവിടെ കൊണ്ട് തീരുകയില്ല, എനിക്കൊരു തേജസ്കരണമുണ്ട്. ഹല്ലേലൂയ. ജോലി ചെയ്യുമ്പോൾ ചിന്തിക്കണം. ഇവിടെ ജോലി ചെയ്ത് ഇവിടെ അസ്തമിക്കുകയല്ല. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ചിന്തിക്കണം. ഈ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ നല്ല രീതിയിൽ കെട്ടിച്ചു വിടുകയല്ല, എനിക്കൊരു തേജസ്കരണമുണ്ട്. എന്റെ ലക്ഷ്യം കർത്താവിനോടുകൂടെ ചേരുക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ദിവസത്തിൽ തെറ്റാതെ നാം ചേർന്ന് പാടി കർത്താവെ ആരാധിക്കുമ്പോൾ